നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂളൂർ. 24/9/2025 ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ്. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിൻ്റെ മുകളിൽ 240, ഒരു പവൻ്റെ മുകളിൽ 1920 വരെയാണ് കൂടിയിരിക്കുന്നത്. സ്വർണ്ണവില എങ്ങോട്ട് സാധാരണക്കാർക്ക് ഇനി അടുക്കാൻ പറ്റുമോ സ്വർണ്ണവില? ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 186, RSS 5 കിലോ 183, ISNL 20 163, ലാറ്റക്സ് 128.90. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 186, RSS 5 കിലോ 183. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 177, ലോട്ട് കിലോ 166 മുതൽ 171 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 90 രൂപ 75 പൈസയാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 178, RSS 5 കിലോ 175, ISNL 20 161 50 പൈസ മുതൽ 162 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ വ്യാപാരി വില കിലോ 102 മുതൽ 107 ആണ്. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 10,605, ഒരു പവൻ 84,840. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 11,569, ഒരു പവൻ 92,552. അതേപോലെ 18 ക്യാരറ്റ് നോക്കുമ്പോൾ 1 ഗ്രാം 8,677, ഒരു പവൻ 69,416. ചീനി വില നോക്കുമ്പോൾ ചീനി 30 മുതൽ 40, തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 92, കൊപ്ര എടുത്തപടി 219, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കൊക്കോ 340, കശുവണ്ടി 100, കച്ചോലം ഉണങ്ങിയത് 450, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 250, ഗ്രാമ്പു 780, നാടൻ 895, കുരുമുളക് അൺകാർബിൾഡ് കിലോ 685, കുരുമുളക് പുതിയത് 675, കുരുമുളക് ഗാർബിൾഡ് 705, ചുക്ക് വെസ്റ്റ് 250, മഞ്ഞൾ സേലം 155. ടാപ്പിങ്ങിന് പ്രതികൂല കാലാവസ്ഥയാണ്. ചെറിയ ആറ്റമഴ ചെയ്ത് കാരണം ശരിയായ രീതിയിൽ ടാപ്പിംഗ് പോലും നടക്കുന്നില്ല. വൈദ്യുതി ലൈനിലുണ്ടായ കേടുപാടുകളിൽ നിന്നാണ് ബംഗാളിൽ കനത്ത മഴയോടുകൂടി കുറേ പേർ 8 പേർ മരിച്ചത്. കനത്ത മഴ തുടരുകയാണ് ബംഗാളിൽ. നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് 100 കണക്കിന് ആളുകളെയാണ് മാറ്റിപ്പറപ്പിച്ചത്. കനത്ത മഴയാണ് ബംഗാളിൽ. ഏകദേശം 1 വർഷം കിട്ടേണ്ട മഴയുടെ 20% 7 മണിക്കൂറുകളിലാണ് നഗരത്തിൽ പെയ്തത്. പുലർച്ചെ 2:30-നും 5:30-നും ഇടയിലാണ് പരമാവധി മഴ ലഭിച്ചത്. കൊച്ചിയിൽ ഫുട്ബോൾ. കൊച്ചിയിലെത്തും മെസ്സി കളിക്കുന്ന അർജന്റീനയുടെ മത്സരം കൊച്ചിയിൽ തന്നെ. എന്തായാലും മലയാളിക്ക് ഏറെ അഭിമാനിക്കാം ഫുട്ബോൾ കളി കണ്ട്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.